ഐറ്റം ആയിരുന്നു ലെയർ മാല. ഇപ്പം അത് മാറി 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 പല ഡിസൈൻസും വന്നു. അതിനകത്ത് ഒരു പെൻഡൻറ്റ്, ഒരു സൈഡിൽ പെൻഡൻറ്റും അതുപോലെ രണ്ട് സൈഡിൽ പെൻഡൻറ്റും ഒരുപാട് വ്യത്യസ്തമായ ഡിസൈൻസ് വന്നു. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മാത്രമല്ല, ഏതൊരു ചുമ്മാ ഓണത്തിന് പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ പോലും അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ പോലും സെറ്റ് സാരിയുടെ കൂടെ ആൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള മാലകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ആർക്കും ഒരുപോലെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ല റിച്ച് ലുക്കുള്ള ഒരു ലെയർ മാലയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വഴി അതിന് മാച്ചിങ് ആയിട്ടുള്ള കമ്മലും മാലയും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ 6 പവനിലുള്ള ഒരു ലെയർ മാലയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ലെയർ മാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞതുപോലെ 2 സൈഡിലും പെൻഡൻ്റ് ഉണ്ട്. ഈ അടുത്ത് വന്നൊരു ഫാഷനായിരുന്നു ഒറ്റ സൈഡിൽ മാത്രം പെൻഡൻ്റ് ഉള്ളത്. അപ്പം അതുപോലെയുള്ള ഡിസൈൻസും അവൈലബിൾ ആണ്. അതുപോലെ ഇതിനകത്ത് ചെറിയ സ്റ്റോൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സാധാരണ നമ്മുടെ ആൻറ്റിക് ജ്വല്ലറിയിൽ വരുന്ന സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനാമൽ കോട്ടിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വരുന്ന സ്റ്റോൺസ് ആണ് കുന്തൻ സ്റ്റോൺസ്. ഇതിലപ്പുറം വെറൈറ്റീസ് കാണാൻ കിട്ടാറ് കുറവാണ്. ഈവൻ ഗ്രീനും റെഡും വരുന്നുണ്ടെങ്കിൽ പൊതുവെ ഇനാമൽ തന്നെ ആയിരിക്കും കാണുന്നത്. പക്ഷേ ഇതിനകത്ത് ജെയ്ഡാണ്, നാച്ചുറൽ സ്റ്റോൺ തന്നെ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രീൻ കളർ കാണുന്നത് ജെയ്ഡ് സ്റ്റോൺ ആണ്, അതുപോലെ റെഡ് കാണുന്നത് ഇനാമലാണ്. ദെൻ ഈ വൈറ്റ് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കുന്തൻ സ്റ്റോൺസ് ആണ്. ഇനി ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കമ്മൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഈ കമ്മലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നമുക്ക് കാണാൻ പറ്റും ഈ ചുവർ ചിത്രങ്ങളൊക്കെ ഇല്ലേ, നല്ല എന്താ പറയുക, പഴയ കാലത്തെ കൊത്തുപണികളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം അതുമായിട്ട് റിസംബ്ലൻസ് തോന്നിക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. കാണാൻ പറ്റും ഇതിൻ്റെ നടുക്ക് ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ ആൻറ്റിക് കളറായതുകൊണ്ട് ചെറിയ ബ്ലാക്കിഷ് കോമ്പിനേഷനിലുള്ള ലൈൻസും കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കാണുന്ന ഈ സിൽവർ കളർ അല്ലെങ്കിൽ റോഡിയം കോട്ടഡ് ആണ്. റോഡിയം കോട്ടഡ് ഫിനിഷിങ്ങിൽ സിർക്കോൺ സ്റ്റോൺസ് വെച്ചിട്ടാണ് ഈ ഒരു റൗണ്ട്, ഒരു ചന്ദ്രക്കല പോലത്തെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള ഗ്രീൻ കളർ സ്റ്റോണ് ജെയ്ഡാണ്. അതുപോലെ മേളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോൺ റൂബിയാണ്. ഇനി നമുക്ക് വള പരിചയപ്പെടാം. ഇതിനകത്തും നമ്മുടെ കമ്മലിലും മാലയിലും ഉള്ളതുപോലെ തന്നെ സ്റ്റോൺസ് ഉണ്ട്. അതായത് റൂബിയും ജെയ്ഡും കുന്തൻ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചെറിയ പാറ്റേൺ ലീഫിൻ്റെയും ഫ്ലവറിൻ്റെയും ഷേപ്പിൽ ചെറിയ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. 4 സൈഡിലും ഈ സ്റ്റോൺസ് വെച്ചിട്ട് ഉള്ള ഫ്ലോറൽ ഡിസൈൻ കൊണ്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ചെറിയ ലീഫായിട്ടും ഫ്ലവറായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 3.5 പവനാണ്. ഇതുപോലെ ഭംഗിയുള്ള നല്ല ആൻറ്റിക് ജ്വല്ലറീസ് കാണാനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടും നിങ്ങൾ വരേണ്ടത് നമ്മുടെ സ്വന്തം ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലി ബ്രാഞ്ചിലാണ്. അപ്പോൾ ഈ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരോടും പറയണം കേട്ടോ. അപ്പോൾ കീപ് സപ്പോർട്ടിങ്, കീപ് ലവിങ്. ബൈ ബൈ.